അൽക്കട്രാസ് ജയിലിൽ ഇനി അമേരിക്കയിലെ ഏറ്റവും ക്രൂരരും അക്രമാസക്തരുമായ കുറ്റവാളികളെ പാർപ്പിക്കുമെന്നാണ് ട്രംപ് പറയുന്നത്. ഒരു കാലത്ത് പരമാവധി സുരക്ഷാ സംവിധാനങ്ങളുള്ള അമേരിക്കയിലെ ഫെഡറൽ ജയിലായിരുന്നു അൽക്കട്രാസ് ജയിൽ. ഇവിടെ നിന്നാണ് കൊടും കുറ്റവാളികളെന്ന് വിശേഷിപ്പിക്കുന്ന ഫ്രാങ്ക് മോറിസ്, ക്ലാരൻസ് ആംഗ്ലിൻ, ജോൺ ആംഗ്ലിൻ എന്നീ 3 പേർ വളരെ വിദഗ്ധമായി ജയിൽ ചാടിയത്. ഇന്നുവരെ ഇവരെ പിടിക്കാൻ FBI അഥവാ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷന് കഴിഞ്ഞിട്ടില്ല. ഇത് അമേരിക്കയുടെ അഭിമാനത്തിന് കളങ്കം ചാർത്തിയ ഒന്ന് തന്നെയാണ്. 4 പേർ ചേർന്നാണ് അൽക്കട്രാസ് ജയിൽ ചാടാൻ തീരുമാനിക്കുന്നത്. എന്നാൽ 3 പേർക്ക് മാത്രമേ ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞുള്ളൂ. ആ 4 പേർ അലൻ വെസ്റ്റും ആംഗ്ലിൻ സഹോദരന്മാരായ ജോൺ ആംഗ്ലിനും ക്ലാരൻസ് ആംഗ്ലിനും എല്ലാത്തിൻ്റെയും സൂത്രധാരനായ ഫ്രാങ്ക് മോറിസുമായിരുന്നു. ഇതിൽ അലൻ വെസ്റ്റിനാണ് ജയിൽ ചാടാൻ കഴിയാതെ പോയത്. ചരിത്രപരമായി വിശേഷിപ്പിക്കപ്പെടുന്ന ഈ രക്ഷപ്പെടൽ ശ്രമം നടന്നത് 1962-ലാണ്. എങ്ങനെയാണ് ഇത്രയും സുരക്ഷിതമായ അമേരിക്കയിലെ ജയിലിലെ സെല്ലുകളിൽ നിന്ന് ഇവർ രക്ഷപ്പെട്ടതെന്ന് നോക്കാം. ഫ്രാങ്ക് മോറിസിനെ 13 വയസ്സുള്ളപ്പോൾ തൻ്റെ ആദ്യത്തെ ക്രിമിനൽ കുറ്റകൃത്യത്തിന് ശിക്ഷിക്കപ്പെട്ടു. തുടർന്നുള്ള വർഷങ്ങളിൽ മയക്കുമരുന്ന് കൈവശം വയ്ക്കുക, കാർ മോഷണം, സായുധ കവർച്ച തുടങ്ങിയ കുറ്റകൃത്യങ്ങൾക്ക് അറസ്റ്റിലായി. 1960-ൽ തടവുകാരനായി ഫ്രാങ്ക് മോറിസിനെ അൽക്കട്രാസ് ജയിലിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. ക്ലാരൻസ് ആംഗ്ലിനും ജോൺ ആംഗ്ലിനും സഹോദരന്മാരാണ്. 14 വയസ്സുള്ളപ്പോഴാണ് ആദ്യമായി ഒരു സർവീസ് സ്റ്റേഷനിൽ അതിക്രമിച്ചു കയറുന്നതിൽ ഇവർ പിടിക്കപ്പെട്ടത്. തുടർന്ന് ഇവർ ബാങ്കുകളും മറ്റു സ്ഥാപനങ്ങളും ഒരു സംഘമായി കൊള്ളയടിക്കാൻ തുടങ്ങി. ജോൺ ആംഗ്ലിനും ക്ലാരൻസ് ആംഗ്ലിനും അലബമായിലെ കൊളംബിയയിലുള്ള ബാങ്ക് ഓഫ് കൊളംബിയ കൊള്ളയടിച്ചു. അതിൽ 35 വർഷത്തെ തടവ് ശിക്ഷ ലഭിച്ചു. അതിനിടയിൽ രക്ഷപ്പെടാനായി ആവർത്തിച്ചുള്ള ശ്രമങ്ങൾ നടത്തിയപ്പോഴാണ് ജോണിനെയും ക്ലാരൻസിനെയും അൽക്കട്രാസ് ജയിലിലേക്ക് മാറ്റുന്നത്. പിന്നെയുള്ളത് അലൻ വെസ്റ്റാണ്. ജീവിതത്തിലുടനീളം 20-ലധികം തവണ അറസ്റ്റിലായി. ഒരു കാർ മോഷണത്തിൽ അദ്ദേഹം ജയിലിലടയ്ക്കപ്പെട്ടു. 28-ാം വയസ്സിൽ അദ്ദേഹത്തെയും അൽക്കട്രാസ് ജയിലിലേക്ക് മാറ്റി. അങ്ങനെ 4 പേരും പല ജയിലുകളിൽ വെച്ചുള്ള പരിചയത്തിലൂടെ അൽക്കട്രാസ് ജയിലിൽ ഒത്തുകൂടി സുഹൃത്തുക്കളുമായി. ഇവരിൽ സൂത്രധാരനായിരുന്നു ഫ്രാങ്ക് മോറിസ് എന്ന കൊടും കുറ്റവാളി. ഒരിക്കൽ ജയിലിലെ മെസ്സിൽ വെച്ച് ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ജയിൽ ചാടുന്നതിനുള്ള തൻ്റെ അഭിപ്രായം മറ്റുള്ള 3 സുഹൃത്തുക്കളുമായി ഫ്രാങ്ക് മോറിസ് പങ്കുവച്ചു. അത് കേട്ട മാത്രയിൽ തന്നെ അലനും ജോണും ക്ലാരൻസും സമ്മതം മൂളി. അവരുടെ പിന്നീടുള്ള ചർച്ചകൾ എങ്ങനെ ജയിൽ ചാടാമെന്നായിരുന്നു. കുറ്റവാളികൾക്ക് ഒരു തരത്തിലും അത്ര എളുപ്പത്തിൽ രക്ഷപ്പെടാൻ കഴിയുന്ന ജയിലായിരുന്നില്ല അൽക്കട്രാസ് ജയിൽ. കാരണം അൽക്കട്രാസ് ജയിലിൻ്റെ 4 വശങ്ങളും ശക്തമായ തിരമാലകളാൽ ചുറ്റപ്പെട്ട സമുദ്രപ്രവാഹം. സാൻ ഫ്രാൻസിസ്കോ ഉൾക്കടലിലെ തണുപ്പേറിയ സമുദ്രത്തെ അതിജീവിക്കാൻ സാധാരണ മനുഷ്യർക്കൊന്നും കഴിയില്ല. എല്ലായ്പ്പോഴും പ്രക്ഷുബ്ധമായ കടൽ നീന്തിക്കടക്കുക എന്നത് വിദഗ്ധർക്ക് പോലും ദുർഘടമാണ്. സ്രാവുകളാൽ നിറഞ്ഞ സമുദ്രത്തിൽ ഇറങ്ങാൻ പോലും ആളുകൾക്ക് ഭയമാണ്. മറ്റു അപകട സാധ്യതകളുമുണ്ട്. ഇതിനെയൊക്കെ അതിജീവിച്ചാണ് ഇവർക്ക് ഈ ജയിലിൽ നിന്ന് രക്ഷപ്പെടേണ്ടത്. അതിനുള്ള മാർഗങ്ങൾ ഓരോന്നായി അവർ ചർച്ച ചെയ്തു. ഐഡിയകളെല്ലാം ഫ്രാങ്ക് മോറിസിൻ്റേതായിരുന്നു. എന്തായാലും വളരെ റിസ്ക് എടുത്താൽ മാത്രമേ പുറത്തു കടക്കാൻ കഴിയൂ എന്ന് മനസ്സിലാക്കിയ അവർ ആദ്യം ചിന്തിച്ചത് ജയിലിൽ അവർ 4 പേരുടെയും സെല്ലിനുള്ളിൽ നിന്നും രഹസ്യമായി പുറത്തു കടക്കാനുള്ള ഒരു മാർഗമാണ്. അതിനായി അവരുടെ സെല്ലിലെ വാഷ് സ്പേസിൻ്റെ കീഴിലായി ഒരു വെന്റിലേറ്റർ ഉണ്ടായിരുന്നു. അത് ഇളക്കി മാറ്റിയ ശേഷം അവിടെ തുരങ്കമുണ്ടാക്കി അതിലൂടെ രക്ഷപ്പെടാമെന്നതായിരുന്നു അവരുടെ ചിന്ത. കമ്പിയഴികളുള്ള ഒരു സെല്ലിനുള്ളിലാണ് ഇത് ചെയ്യേണ്ടത്. ഏതു സമയവും പിടിക്കപ്പെടാം. ഉദ്യോഗസ്ഥർ എപ്പോൾ വേണമെങ്കിലും അവിടേക്ക് വരാം. അപ്പോൾ അത്രയും ശ്രദ്ധയോടെ മാത്രമേ ചെയ്യാൻ കഴിയൂ. അതിനായിട്ടുള്ള ഉപകരണങ്ങളൊന്നും അവിടെയില്ല. അങ്ങനെ ഫ്രാങ്ക് മോറിസ് തന്നെ ഒരു ഐഡിയ കണ്ടെത്തി. ജയിലിലെ മെസ്സിൽ ആഹാരം കഴിക്കാനെത്തുമ്പോൾ അവിടെ നിന്നും സ്റ്റീൽ സ്പൂണുകൾ മോഷ്ടിച്ചു. അതുപയോഗിച്ച് കുറേശ്ശെയായി വെന്റിലേറ്ററിൻ്റെ ഭാഗത്തെ ഭിത്തികൾ തുരന്നു. എന്നാൽ അവർ ഉദ്ദേശിച്ച പോലെ സ്പൂൺ കൊണ്ട് ഭിത്തികൾ തുരക്കാൻ അവർക്ക് കഴിയാതെ വന്നു. അങ്ങനെ ഇരിക്കെയാണ് ജയിലിലെ വർക്ക്ഷോപ്പിൻ്റെ കാര്യം ഫ്രാങ്ക് മോറിസിന് ഓർമ്മ വന്നത്. വർക്ക്ഷോപ്പിൽ നിന്നും മൂർച്ചയുള്ള മെറ്റൽ കഷ്ണങ്ങൾ മോഷ്ടിച്ചു. അതുപയോഗിച്ച് ഭിത്തികൾ തുരന്നു. എന്നാൽ മെറ്റൽ കഷ്ണങ്ങൾ കൊണ്ടും പൂർണ്ണമായി തുറക്കാനായി അവർക്ക് സാധിച്ചില്ല. അവസാനം ഫ്രാങ്ക് മോറിസ് ജയിലിലെ വർക്ക്ഷോപ്പിൽ നിന്നും ചെറിയൊരു മോട്ടോർ മോഷ്ടിച്ചു.
ആ മോട്ടോറിനെ തൻ്റെ കഴിവുകൾ ഉപയോഗിച്ച് മറ്റുള്ള മെറ്റൽ കഷ്ണങ്ങളുടെ സഹായത്താൽ ഒരു ഡ്രില്ലിംഗ് മെഷീനാക്കി മാറ്റുകയും അതുപയോഗിച്ച് ഭിത്തികൾ തുറക്കാൻ ആരംഭിക്കുകയും ചെയ്തു. ഡ്രില്ലിംഗ് ഉപയോഗിച്ചാൽ നല്ല രീതിയിൽ ശബ്ദം പുറത്തു കേൾക്കും. അതിനും അവർ ഒരു മാർഗം കണ്ടെത്തി. ജയിലിൽ എല്ലാ ദിവസവും രാത്രി ആഹാരം കഴിഞ്ഞ ശേഷം 1 മണിക്കൂർ മ്യൂസിക് കേൾപ്പിക്കുമായിരുന്നു. നല്ല ഉച്ചത്തിലുള്ള ശബ്ദത്തിലാണ് മ്യൂസിക് ഇടുന്നത്. ഇതിനൊപ്പം ജയിൽ പുള്ളികൾക്ക് പാടുകയോ മ്യൂസിക് ഉപകരണങ്ങൾ വായിക്കുകയോ ചെയ്യാം. ആ ശബ്ദത്തിൻ്റെ മറവിൽ എല്ലാ ദിവസവുമുള്ള ആ മ്യൂസിക് സമയം ഉപയോഗപ്പെടുത്തി ഏകദേശം 6 മാസത്തോളം എടുത്ത് 4 പേരുടെ സെല്ലിലെയും വെന്റിലേറ്റർ ഇളക്കി മാറ്റുകയും സെല്ലുകളിൽ തുരങ്കമുണ്ടാക്കുകയും ചെയ്തു. തുരന്നെടുത്തപ്പോൾ കിട്ടിയ മണ്ണ് വളരെ ശ്രദ്ധയോടെ എടുത്ത് പല സ്ഥലങ്ങളിലായി കളഞ്ഞു. ആ തുരങ്കത്തിലൂടെ അവർ 4 പേരും ഒരു ദിവസം പുറത്തേക്ക് വന്നു. പുറത്തെത്തിയപ്പോൾ അവിടെ പൈപ്പുള്ളതായി കാണാൻ കഴിഞ്ഞു. ആ പൈപ്പിലൂടെ ഊർന്നു കയറി ജയിലിൻ്റെ മുകളിലത്തെ നിലയിലെത്തി. അവിടെ നിന്നും നോക്കിയപ്പോൾ അവർ കണ്ടത് ജയിലിൻ്റെ 4 വശത്തും വലിയ ടവറുകളാണ്. ഓരോ ടവറിലും ഗാർഡുകളുമുണ്ട്. അവിടെ നിന്നും ഗാർഡുകളുടെ കണ്ണു വെട്ടിച്ച് പുറത്തു പോവുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്ന് അവർ മനസ്സിലാക്കി. വീണ്ടും തിരികെ ആ തുരങ്കത്തിലൂടെ തന്നെ സെല്ലിലെത്തി. ഇവർ സെല്ലിൽ നിന്നും പുറത്തിറങ്ങുന്ന സമയം ജയിൽ ഉദ്യോഗസ്ഥർ നോക്കുമ്പോൾ തങ്ങൾ സെല്ലിൽ തന്നെയുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിനായി മറ്റു ചില ഐഡിയകളും പ്രയോഗിച്ചു. വാഷ് സ്പേസ് മാറ്റി തുരങ്കമുണ്ടാക്കിയ സ്ഥലത്ത് അവരുടെ വസ്ത്രങ്ങളും കാർഡ്ബോർഡും കൊണ്ട് മറച്ചുവെക്കും. മാത്രമല്ല ടോയ്ലറ്റ് പേപ്പറും പേസ്റ്റും കാർഡ്ബോർഡിന്റെ ചെറിയ കഷ്ണങ്ങളുമെല്ലാം ഉപയോഗിച്ച് ഇവരുടെ 4 പേരുടെയും ഏതാണ്ട് രൂപസാദൃശ്യമുള്ള 4 ഡമ്മി തലകളുമുണ്ടാക്കി. ജയിലിലെ ബാർബർ ഷോപ്പിൽ നിന്നും മുടികൾ ശേഖരിച്ച ഡമ്മി തലകളിൽ അതൊട്ടിച്ചു വെച്ചു. അവരുടെ മുടി പോലെ തന്നെ തോന്നിക്കുന്ന രീതിയിൽ ഈ തലകൾ അവർ തയ്യാറാക്കിയെടുത്തു. അതിനുശേഷം ഇവർ പുറത്തിറങ്ങുമ്പോൾ കിടക്കയിൽ ഈ ഒരു തലയുടെ ഡമ്മി രൂപം വെച്ച ശേഷം പുതപ്പ് കൊണ്ട് മൂടി. അതിനുശേഷം തുരങ്കത്തിലൂടെ രക്ഷപ്പെടുക എന്നതായിരുന്നു അവരുടെ പരിപാടി. അടുത്തതായി അവരുടെ ചിന്ത പുറത്തിറങ്ങിയാൽ എങ്ങനെയാണ് അതിശക്തമായ തിരമാലകളുള്ള കടലിലൂടെ രക്ഷപ്പെടുക എന്നതായിരുന്നു. അതിനും അവർ പോംവഴി കണ്ടെത്തി. ഒരു ബോട്ട്, അതായത് ഒരു ചങ്ങാടം നിർമ്മിക്കുക. എന്നാൽ നമ്മൾ കാണുന്ന പോലെ മരത്തിലുള്ള ചങ്ങാടമല്ല, തുണി കൊണ്ടുള്ള ഒരു ചങ്ങാടം. അതിനായി ആലോചിച്ചിരിക്കുമ്പോഴാണ് ഫ്രാങ്ക് മോറിസിന് ഒരു കാര്യം ഓർമ്മ വന്നത്. ജയിൽ പുള്ളികൾക്ക് മഴക്കാലത്ത് ധരിക്കുന്നതിനായി റബ്ബർ ചേർത്ത് നിർമ്മിച്ച കട്ടിയുള്ള മഴക്കോട്ട് നൽകിയിരുന്നു. പലരുടെയും മഴക്കോട്ടുകൾ അവർ മോഷ്ടിച്ചെടുത്തു. ആ മഴക്കോട്ടുകളെ തമ്മിൽ തുന്നിച്ചേർത്തുകൊണ്ട് അവർ ഒരു ചങ്ങാടമുണ്ടാക്കി. ഏകദേശം 4 പേർക്ക് സഞ്ചരിക്കാവുന്ന രീതിയിലുള്ള ആ ചങ്ങാടം വായു നിറയ്ക്കാവുന്ന രീതിയിലുള്ളതായിരുന്നു. അതിനെ ഊതി വീർപ്പിച്ചാൽ സാധാരണ പോലെ ഒരു ചങ്ങാടം ലഭിക്കും. അങ്ങനെ ജയിൽ ചാടാനുള്ള പദ്ധതി പ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കി. 1962 ജൂൺ 11 രാത്രിയാണ് അവർ അൽക്കട്രാസ് ജയിൽ ചാടാൻ തീരുമാനിച്ചിരുന്നത്. ആ ദിവസവും എത്തി. അന്നേ ദിവസം അവർ നേരത്തെ തന്നെ ഉറങ്ങി. എല്ലാവരും തീരുമാനിച്ച സമയത്ത് തന്നെ എഴുന്നേൽക്കുകയും ചെയ്തു. കിടക്കയിൽ അവർ തയ്യാറാക്കിയ ഡമ്മി തലകൾ വെച്ച് പുതപ്പ് കൊണ്ട് മൂടിയ ശേഷം ഫ്രാങ്ക് മോറിസും ആംഗ്ലിൻ സഹോദരന്മാരായ ജോണും ക്ലാരൻസും സെല്ലിലെ തുരങ്കത്തിലൂടെ പുറത്തു വന്നു. പൈപ്പ് വഴി കയറി 3 പേരും ജയിലിൻ്റെ മുകളിലെത്തി. എന്നാൽ 3 പേരും മുകളിലെത്തിയിട്ടും അലൻ വെസ്റ്റിനെ കാണാനില്ല. 3 പേരും ചിന്തിച്ചു, അലൻ വെസ്റ്റിന് എന്താണ് പറ്റിയത്? അലൻ വെസ്റ്റിന്റെ സെല്ലിൽ തയ്യാറാക്കിയ വെന്റിലേറ്റർ പെട്ടെന്ന് എടുത്തു മാറ്റാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. മാത്രമല്ല പുറത്ത് ഗാർഡുകളും ഉണ്ടായിരുന്നു. അങ്ങനെ അവർ പറഞ്ഞുറപ്പിച്ച സമയത്ത് അലൻ വെസ്റ്റിന് അവിടെ എത്താൻ കഴിഞ്ഞില്ല. എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ടോ എന്ന് ഭയന്ന് മറ്റൊന്നും ആലോചിക്കാതെ അവിടെ നിന്നും രക്ഷപ്പെടാൻ തന്നെ അവർ തീരുമാനിച്ചു. ഫ്രാങ്ക് മോറിസും ജോണും ക്ലാരൻസും ഗാർഡുകളുടെ കണ്ണിൽപ്പെടാതെ ഗേറ്റിനുള്ളിലൂടെ ഇഴഞ്ഞ് ജയിൽ ഗേറ്റും കടന്ന് വളരെയധികം കഷ്ടപ്പെട്ട് ഒരു വിധത്തിൽ പുറത്തേക്കിറങ്ങി. അവിടെ നിന്നും കടലിനടുത്തെത്തി. അവർ തന്നെ നിർമ്മിച്ചെടുത്ത ബോട്ട് ഊതി വീർപ്പിച്ച ശേഷം അതിൽ കയറി ആ കൊടും തണുപ്പത്ത് അവർ കടലിലൂടെ ശക്തമായ തിരമാലകളെ ഭേദിച്ചുകൊണ്ട് യാത്ര തുടർന്നു. എന്നാൽ അലൻ വെസ്റ്റിന് ജയിലിലെ സെല്ലിൽ പറഞ്ഞ സമയത്ത് പുറത്തിറങ്ങാൻ കഴിയാത്തതിൽ വിഷമിച്ച് കഴിയേണ്ടി വന്നു. പിറ്റേന്ന് ജൂൺ 12 രാവിലെ ജയിലിലെ തടവുകാരെല്ലാം ഭക്ഷണം കഴിക്കാനായി മെസ്സിലെത്തി. എന്നാൽ അവിടെ ഒരു ടേബിളിലെ 3 പേരെ മാത്രം കാണുന്നില്ല. ജയിൽ ഉദ്യോഗസ്ഥർ അത് കാണുകയും പരിശോധന ആരംഭിക്കുകയും ചെയ്തു.
ഉദ്യോഗസ്ഥർ സെല്ലിലെത്തി പരിശോധിച്ചപ്പോൾ 3 പേരും ഉറങ്ങുന്നതായി കണ്ടു. പല പ്രാവശ്യം വിളിച്ചിട്ടും എണീക്കാതായപ്പോൾ അടുത്തെത്തി പുതപ്പ് മാറ്റി നോക്കി. അപ്പോഴാണ് അവർ ഞെട്ടിപ്പോയത്. 3 പേരുടെ ഡമ്മി തലകൾ മാത്രം. വിവരം FBI-യെ അറിയിച്ചു. അവർ എത്തി ഓരോ സെല്ലുകളായി പരിശോധിച്ചു. അപ്പോഴാണ് അവർ മനസ്സിലാക്കിയത് സെല്ലുകളിലെ വെന്റിലേറ്റർ ഇളക്കി മാറ്റിയതും 3 തടവുകാർ രക്ഷപ്പെട്ടിരിക്കുന്നതും. എന്നാൽ പരിശോധനയിൽ അലൻ വെസ്റ്റിന്റെ സെല്ലിലും അവർ ആ തുരങ്കം കണ്ടു. അങ്ങനെ അലൻ വെസ്റ്റിന് ചോദ്യം ചെയ്യാനായി കൊണ്ടുപോയി. അലൻ വെസ്റ്റിന് FBI ഉദ്യോഗസ്ഥരുടെ മുന്നിൽ സത്യം പറയേണ്ടതായി വന്നു. തങ്ങൾ 4 പേരും ഒരുമിച്ച് ജയിൽ ചാടാൻ തീരുമാനിച്ചതും 3 പേർ ചാടി രക്ഷപ്പെട്ടതുമായ എല്ലാ കാര്യങ്ങളും FBI-യോട് വിശദമായി തന്നെ പറഞ്ഞു. അങ്ങനെ രക്ഷപ്പെട്ട 3 കൊടും കുറ്റവാളികൾക്കായി അന്വേഷണം ആരംഭിച്ചെങ്കിലും യാതൊരുവിധ വിവരവും പോലീസുകാർക്ക് ലഭിച്ചില്ല. ഇവർ കടലിലൂടെ രക്ഷപ്പെടുന്നതിനിടയിൽ ചങ്ങാടം കേടായി മുങ്ങി മരിച്ചിരിക്കാമെന്ന നിഗമനത്തിലെത്തി. സാൻ ഫ്രാൻസിസ്കോയുടെ തീരത്തൂടെ 1962 ജൂൺ 11 രാത്രി ഒരു ചങ്ങാടത്തിൽ 3 പേർ കരയിലെത്തിയതായി നാട്ടുകാരിൽ ചിലർ വ്യക്തമാക്കി. എങ്കിലും അതിനും വ്യക്തമായ തെളിവൊന്നുമില്ല. അങ്ങനെ യാതൊരുവിധ തെളിവുകളും ലഭിക്കാതെ വന്നപ്പോൾ 17 വർഷത്തിനു ശേഷം 1979 FBI കേസ് എന്നേക്കുമായി അവസാനിപ്പിച്ചു. വർഷങ്ങൾ കഴിഞ്ഞു. അവസാനം 2013 സാൻ ഫ്രാൻസിസ്കോ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കത്ത് ലഭിക്കുന്നു. ഒരു അജ്ഞാത കത്തായിരുന്നു അത്. ജോൺ ആംഗ്ലിൻ എഴുതി എന്ന് അവകാശപ്പെടുന്ന ഒരു കത്ത്. ഞെട്ടിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് അതിൽ എഴുതിയിരുന്നത്. ഈ കത്തെഴുതുന്ന ഞാൻ അൽക്കട്രാസ് ജയിലിൽ നിന്നും രക്ഷപ്പെട്ട 3 പേരിൽ ഒരാളായ ജോൺ ആംഗ്ലിനാണ് എന്നായിരുന്നു കത്തിന്റെ തുടക്കം. ക്ലാരൻസ് ആംഗ്ലിനും ഫ്രാങ്ക് മോറിസും മരിച്ചുവെന്നും തനിക്കിപ്പോൾ 81 വയസ്സുണ്ടെന്നും താനൊരു ക്യാൻസർ രോഗിയാണെന്നും അതിൽ ജോൺ എഴുതിയിരുന്നു. കൂടാതെ താൻ പോലീസിന് കീഴടങ്ങാൻ ആഗ്രഹിക്കുന്നുവെന്നും കത്തിലുണ്ടായിരുന്നു. കൂടാതെ തനിക്ക് 2 കാര്യങ്ങൾ ചെയ്തു തരണമെന്ന ഒരു റിക്വസ്റ്റും ഉണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തേത് താൻ കീഴടങ്ങിയാൽ തന്നെ 1 വർഷം മാത്രമേ തടവിൽ പാർപ്പിക്കാൻ പാടുള്ളൂവെന്ന് മീഡിയയിലൂടെ ജനങ്ങളെ അറിയിക്കണം. മറ്റൊന്ന്, തൻ്റെ രോഗം മാറുന്നതിനാവശ്യമായ ചികിത്സയും നൽകണം. പോലീസ് കത്ത് വിശദമായി വായിച്ചു. ആരെങ്കിലും പറ്റിക്കാനായി എഴുതിയതാണോ എന്ന സംശയമുണ്ടായതോടെ ജോൺ ആംഗ്ലിൻ്റെ ജയിലിലുണ്ടായിരുന്നപ്പോഴുള്ള കയ്യക്ഷരവുമായി പരിശോധിച്ചു നോക്കി. ഏതാണ്ട് സാമ്യമുണ്ടായിരുന്നു ആ കത്തിലെ കയ്യക്ഷരത്തിന്. എന്നാൽ വ്യക്തമായി ഉറപ്പിച്ചു പറയാനും കഴിയില്ല. എന്നാൽ FBI ഈ കത്ത് പുറത്താരെയും അറിയിച്ചതുമില്ല. പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ കത്ത് FBI പരസ്യപ്പെടുത്തുന്നത്. എന്നാൽ അപ്പോഴും കത്തെഴുതിയ ജോൺ ആംഗ്ലിനെ കുറിച്ച് പോലീസിന് യാതൊരു വിവരവും ലഭിച്ചില്ല. എന്നാൽ പിന്നീട് മറ്റൊരു സന്ദേശവും എത്തി. അൽക്കട്രാസ് ജയിൽ ചാടിയ 2 പേരുടെ മുഖസാമ്യമുള്ളവർ ബ്രസീലിൽ ഒരു ഫാം നടത്തുന്നതായി. ഇതറിഞ്ഞപ്പോൾ തന്നെ ഉദ്യോഗസ്ഥർ വേഷം മാറി ബ്രസീലിലെ ഫാമിലെത്തി. എന്നാൽ അവിടെ നിന്നും അറിയാൻ കഴിഞ്ഞത് അവർ 2 പേരും 2 വർഷം മുമ്പ് അവിടെ നിന്നും പോയി എന്നാണ്. അവിടെ നിന്നും ഉദ്യോഗസ്ഥർക്ക് ലഭിച്ച അവരുടെ ചിത്രങ്ങൾ ജയിലിലെ ചിത്രങ്ങളുമായി AI-യുടെ സഹായത്തോടെ പരിശോധിച്ചപ്പോൾ മനസ്സിലായത് ബ്രസീലിൽ ഫാം നടത്തിയിരുന്നത് ശരിക്കും അവർ തന്നെയായിരുന്നു എന്നാണ്. പിന്നീട് അവരെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. ചരിത്രത്തിൽ ആദ്യമായിട്ടായിരുന്നു അൽക്കട്രാസ് ജയിലിൽ നിന്നും ചാടിയവർ കരയിലെത്തി രക്ഷപ്പെടുന്നത്. FBI-യുടെ കണക്കനുസരിച്ച് 29 വർഷത്തിനിടയിൽ 36 പേർ 14 തവണയായി അൽക്കട്രാസ് ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതിൽ 23 പേരെ പിടികൂടി, 6 പേരെ വെടിവെച്ചു കൊന്നു, 2 പേർ മുങ്ങി മരിച്ചു. എന്നാൽ ഇവിടെ നിന്നും രക്ഷപ്പെട്ട ആ 3 പേരെ ഒരിക്കലും കണ്ടെത്തിയിട്ടില്ല. മറ്റു ഫെഡറൽ ജയിലുകളിൽ ശല്യക്കാരായ തടവുകാരെയാണ് പ്രധാനമായും അൽക്കട്രാസ് ജയിലിലേക്ക് മാറ്റിയിരുന്നത്. പുനരധിവസിപ്പിക്കാൻ കഴിയാത്ത മോശം സ്വഭാവത്തിലുള്ള തടവ് പുള്ളികളുടെ അവസാന കേന്ദ്രമായി അന്ന് ആ ദ്വീപ് ജയിലിനെ കണക്കാക്കിയിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ജയിൽ അടച്ചുപൂട്ടി. 1972 നാഷണൽ പാർക്ക് സർവീസിന് കീഴിൽ ഗോൾഡൻ ഗേറ്റ് ക്രിയേഷൻ എന്ന പേരിൽ ഒരു ടൂറിസ്റ്റ് സങ്കേതമായി ജയിൽ മാറി. ഈ ജയിലാണ് ഇപ്പോൾ നവീകരിച്ച് തുറക്കാൻ വേണ്ടി ട്രംപ് ഉത്തരവിട്ടിരിക്കുന്നത്. 1962 പുറത്തിറങ്ങിയ ബട്ട് ലങ്കാസ്റ്റർ അഭിനയിച്ച ബേർഡ് മാൻ ഓഫ് അൽക്കട്രാസ് എന്ന ചിത്രം അൽക്കട്രാസ് ജയിലിനെ കൂടുതൽ പ്രശസ്തമാക്കി. 1979 ഇറങ്ങിയ ക്ലിന്റ് ഈസ്റ്റ് വുഡ് ചിത്രമായ എസ്കേപ്പ് ഫ്രം അൽക്കട്രാസ് ആണ് മറ്റൊരു ചിത്രം.
ഫ്രാങ്ക് മോറിസിന്റെയും സഹോദരങ്ങളായ ജോൺ ആംഗ്ലിൻ, ക്ലാരൻസ് ആംഗ്ലിൻ എന്നിവരുടെയും അതിസാഹസികമായ ജയിൽ ചാട്ടമാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. 1996 പുറത്തിറങ്ങിയ ദി റോക്ക് എന്ന സിനിമയിലും അൽക്കട്രാസ് ജയിൽ കാണാം. അങ്ങനെ ചരിത്രത്തിലും സിനിമയിലും നിറഞ്ഞ അൽക്കട്രാസ് അമേരിക്കൻ ജയിലുകളിലെ കാലം മായ്ക്കാത്ത ഓർമ്മകളുമായി ഇന്നും നിലനിൽക്കുന്നു, പുതിയ കൊടും കുറ്റവാളികൾക്കായി.